ചെറുപ്പം പോലെയുള്ള താല്പര്യമാണ്. ആ ചെറുപ്പം ആദ്യമായിട്ട് എന്തിനായിരുന്നു താല്പര്യം? ഹിമാലയം പോയോ? ടീച്ചർ പോയോ? ഹിമാലയത്തിൽ 5 പ്രാവശ്യം പോയി. 5 പ്രാവശ്യം പോയി. ബേസ് ക്യാമ്പിന് മേളിൽ പോയോ? ബേസ് ക്യാമ്പിൽ പോയില്ല. പോയില്ല. അവിടെ വരെ പോകാൻ പറ്റില്ല. സരോവർ, കൈലാസ് ഏതിലാ അങ്ങേക്ക് ഇപ്പൊ ഒരു ഏറ്റവും താല്പര്യം? ഒരു കമ്പം ഇപ്പൊ പുറത്തുള്ള യാത്രകൾക്ക് കൂടുതൽ ചെയ്യാനായിട്ടാണ്. ഇവിടുത്തെ ഒരു ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു. 7 ഭൂഖണ്ഡം കഴിഞ്ഞു. 7 ഭൂഖണ്ഡം കഴിഞ്ഞു. ചെയ്തു. ഇപ്പൊ ഭൂഖണ്ഡം നമുക്കില്ല. അതില്ല. എന്തയ്യോ. പിന്നെ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ ചെയ്തത് ന്യൂസിലൻഡിലാണ്. അവിടെ എന്താ ഉള്ളത്? നമ്മളങ്ങോട്ടും പോയിട്ടില്ല. ന്യൂസിലൻഡില് എൻ്റയർ കൺട്രി ഞാൻ ഡ്രൈവ് ചെയ്തതാ 22 ദിവസം. അവിടെ ഒരു വൈറ്റോമോ കേവ്സ് എന്ന് പറഞ്ഞൊരു കേവ് ഉണ്ട്. അതില് ഒരു 120 അടി താഴത്തേക്ക് നമ്മൾ റോക്കിന്റെ ഉള്ളിൽ കൂടി കയറ് കെട്ടി ഇറങ്ങിയിട്ട് അടി താഴോട്ട് അതെ കയറി കെട്ടി ഇറക്കുന്നു. എന്നിട്ട് അതൊരു കേവ്. കയറാൻ പറ്റുമോ? അതിലെ കയറാൻ പറ്റില്ല. പിന്നെ ഒരു കേവാണ്. ആ കേവിൽ കൂടി ഒരു 5 മണിക്കൂർ ട്രെക്കിംഗ് ആണ്. അതിനകത്ത് ഇഴജന്തുവിനെ പേടിച്ച ആൾക്കാർ വീട്ടിൽ കയറാറില്ല ഇപ്പോ. അതില് നമ്മള് ഒരു ഇടയ്ക്ക് ഒരു പോർഷനിൽ കംപ്ലീറ്റ് ഡാർക്ക്നെസ്സിൽ കൂടി സിപ്പ് ലൈൻ റൈഡിങ് ചെയ്യുന്നുണ്ട്. അതൊരു നല്ലൊരു ത്രില്ലായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. ഇതിനെ ഇങ്ങനെയൊക്കെ പോകുന്ന വലിയ ഈ സാഹസികതയുള്ള കേവിലൊക്കെ ഇറങ്ങുക, അതിന് കീഴത്തൂടെ രക്ഷപ്പെട്ടു വരിക, ഇതൊക്കെ വീട്ടിൽ പറയാറുണ്ടോ? എന്റെ വൈഫും കൂടെ ഉണ്ടായിരുന്നു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇത് ചേരുംപടി ചേർത്ത് ചെയ്തു. ഇതെങ്ങനെ തിരഞ്ഞെടുത്തു? താല്പര്യം നോക്കിയിട്ടാണല്ലോ വരിക. അത് ഭാര്യ ഭർത്താവിനെ പ്രകോപിപ്പിച്ചോ, ഭർത്താവ് ഭാര്യ പ്രകോപിപ്പിച്ചോ? ഇത് പറയാണ്ട് സർപ്രൈസ് ആയിട്ട് കൊണ്ടുപോയത്. സർപ്രൈസ് ആയിട്ടുണ്ട്. ഭാര്യക്ക് ഇതിനകത്ത് നല്ല ഇൻട്രസ്റ്റ് ആണ്. നല്ല താല്പര്യം. അങ്ങനെയുള്ള ദമ്പതികളാണോ നാടിന് ആവശ്യം? ഞങ്ങൾ രണ്ടുപേരും പോളാർ പ്ലഞ്ച് ചെയ്തിട്ടുള്ളതാണ് അന്റാർട്ടിക്കയില്. ഓക്കെ. ആർട്ടിക് സർക്കിൾ ക്രോസ് ചെയ്തു. സൈബീരിയ പോയി മറ്റേ ട്രെയിൻ റൈഡ്, ലോങ്സ്റ്റ് ട്രെയിൻ റൈഡ് ഉണ്ടല്ലോ, അത് ചെയ്തു. അപ്പൊ ഇനിയിപ്പം ഒരു എത്ര വയസ്സ് വരെ ഈ പരിപാടികൾ തുടരും? അങ്ങയുടെ ഒരു നടക്കാൻ പറ്റാതാവുന്നവരെ എടുത്തോണ്ട് പോകുന്നവരെ നമ്മള് അങ്ങനെ ആരെങ്കിലും കിട്ടണമെങ്കിൽ അങ്ങനെയും പോവാം. ഓക്കെ. ചമക്കാൻ ആളുണ്ടെങ്കിൽ പോവാന്ന് അദ്ദേഹം പറയുന്നത്.